ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പദവിക്ക് പിന്നാലെ സാമ്പത്തിക സമത്വത്തിൽ ലോകത്ത് 4-ാം സ്ഥാനത്തെത്തി ഇന്ത്യ. ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഈ ശ്രദ്ധേയമായ നേട്ടം വെളിപ്പെടുത്തുന്നത്. സാമ്പത്തിക സമത്വത്തിന്റെ കാര്യത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ വൻകിട രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനമെന്നത് ഈ നേട്ടത്തിന് തിളക്കമേകുന്നു. ഗിനി സൂചികയിലെ മുന്നേറ്റം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ വിജയം. 2011-12 മുതൽ 2022-23 വരെയുള്ള കാലയളവിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിലെ വരുമാന അസമത്വം ഗണ്യമായി കുറഞ്ഞതാണ് ലോകബാങ്കിന്റെ ഗിനി സൂചികയിൽ ഇന്ത്യയുടെ സ്കോർ മെച്ചപ്പെടാൻ പ്രധാന കാരണം. ഗിനി സൂചിക ഒരു രാജ്യത്തെ വരുമാനം, സമ്പത്ത് അല്ലെങ്കിൽ ഉപഭോഗം എന്നിവ ആളുകൾക്കും കുടുംബങ്ങൾക്കും ഇടയിൽ എത്രത്തോളം തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു എന്ന് അളക്കുന്നതിനുള്ള ഒരു പ്രധാന അളവുകോലാണ്. 0 മുതൽ 100 വരെയുള്ള സ്കോറുകളിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. 0 എന്നത് സമ്പൂർണ്ണ സമത്വത്തെയും 100 എന്നത് സമ്പത്ത് ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന അതീവ അസമത്വത്തെയും സൂചിപ്പിക്കുന്നു. അതായത് ഗിന്നി സൂചികയിലെ കുറഞ്ഞ സ്കോർ ഉയർന്ന സാമ്പത്തിക സമത്വത്തെയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ ദാരിദ്ര്യം കുറഞ്ഞതാണ് പ്രധാന കാരണമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട് എടുത്തു പറയുന്നു. 2011-12 16.2% കടുത്ത ദാരിദ്ര്യത്തിലുള്ള ജനങ്ങളുടെ ശതമാനം 2022-23 ആയപ്പോഴേക്കും 2.3% കുറഞ്ഞു എന്നത് ശ്രദ്ധേയമായ നേട്ടമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളും സാമ്പത്തിക ഉൾക്കൊള്ളലുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ നയങ്ങളും ഈ പുരോഗതിക്ക് വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഉദാഹരണത്തിന് ജൻധൻ യോജന പോലുള്ള പദ്ധതികൾ സാമ്പത്തിക സേവനങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കിയത് ഇതിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗിനി സൂചികയിൽ 25.5 ഇന്ത്യയുടെ സ്കോർ. ഇത് സാമ്പത്തിക സമത്വത്തിൽ സ്ലോവാക് റിപ്പബ്ലിക്, സ്ലോവേനിയ, ബെലാറസ് എന്നീ 3 രാജ്യങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയെ 4-ാം സ്ഥാനത്തെത്തിക്കുന്നു. താരതമ്യേന സമ്പന്ന രാജ്യങ്ങളായ ചൈനയുടെ സ്കോർ 35.7, അമേരിക്കയുടെ സ്കോർ 41.8 ഈ രാജ്യങ്ങളെക്കാൾ സാമ്പത്തിക സമത്വത്തിൽ ഇന്ത്യ ഏറെ മുന്നിലാണെന്ന് ഇത് അടിവരയിടുന്നു. മൊത്തം 167 രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്താണ് ലോകബാങ്ക് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പ്രകാരം വരുമാനവും സമ്പത്തും ഒരു പരിധിവരെ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്ന മിതമായ തോതിൽ കുറഞ്ഞ അസമത്വം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ വിഭാഗത്തിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 24 ജപ്പാനെ മറികടന്ന ഇന്ത്യ ലോകത്തിലെ 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന് നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം പങ്കുവച്ചത്. നീതി ആയോഗ് യോഗത്തിന് ശേഷം അന്ന് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ IMF ഡാറ്റ ഉദ്ധരിച്ച് CEO പറഞ്ഞത്, ഇപ്പോൾ ഇന്ത്യ 4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ ആയിരിക്കുന്നുവെന്നും ജപ്പാനേക്കാൾ വലുതായി മാറിയിരിക്കുന്നുവെന്നുമാണ്. ഇതിന്റെ ശോഭ മായുന്നതിന് മുന്നേ ഇന്ത്യ ഇപ്പോൾ കൈവരിച്ച ഈ നേട്ടവും ശ്ലാഘനീയമാണ്. US താരിഫ് കാരണമുണ്ടായ പ്രതിസന്ധികളോ പാകിസ്ഥാനുമായുള്ള സംഘർഷമോ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘാതങ്ങളായില്ല എന്നതും സർക്കാരിനും ജനങ്ങൾക്കും ഒരുപോലെ അഭിമാനിക്കാവുന്നത് തന്നെ. ഈ നേട്ടം ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ഒരു നാഴികക്കല്ലാണ്. ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനൊപ്പം അതിന്റെ ഫലങ്ങൾ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലേക്കും എത്തുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത്. ദാരിദ്ര്യം കുറയുന്നത് രാജ്യത്തിന്റെ ഉപഭോഗശേഷി വർദ്ധിപ്പിക്കാനും ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്താനും സഹായിക്കും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ ഊർജം പകരും. ഇന്ത്യയുടെ ഈ മാതൃക മറ്റു വികസ്വര രാജ്യങ്ങൾക്ക് പിന്തുടരാവുന്ന ഒന്നായി മാറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.